ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ രണ്ട് ലൈവ് ഫീഡ് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയതാണ് പരിചയപ്പെടുത്തുന്നത്. ഒന്ന് ബ്ലഡ് വേമാണ്. ബ്ലഡ് വേമിൻ്റെ ലൈവ് ഫീഡ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ടുബിഫെക്സ് വേമും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലഡ് വേം നമ്മുടെ ഡഫനിയ, നമ്മുടെ ആക്സിലോട്ടിലിന് ഭയങ്കര ഇഷ്ടമാണ്. ഡഫനിയനേക്കാളും നല്ല വലുപ്പമുള്ള കാരണം ഇപ്പോൾ ആക്സിലോട്ടിലിന് അതാണ് നമ്മൾ ഫീഡായിട്ട് കൊടുക്കുന്നത്. അതുപോലെ നമ്മുടെ ബീറ്റാസ് ആണെങ്കിലും ഗപ്പീസ് ആണെങ്കിലും നല്ലപോലെ തിന്നുന്നുണ്ട്. നല്ല പ്രോട്ടീനുള്ളൊരു ഫീഡാണ് ബ്ലഡ് വേംസ്. അതുപോലെ ടുബിഫെക്സ് വേംസ് കൾച്ചർ ചെയ്യാൻ എളുപ്പമാണെന്നാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയത്. അപ്പോൾ അത് കാരണം നമ്മൾ അതിനെ വാങ്ങിയിട്ടുണ്ട്. ടുബിഫെക്സ് വേമിനെ നമുക്ക് കൾച്ചർ ചെയ്തെടുക്കണം. അതിനുള്ള രണ്ടും കൂടി പരീക്ഷണത്തിനാണ് നമ്മളിത് രണ്ടും വാങ്ങിയിരിക്കുന്നത്. ടുബിഫെക്സ് വേം എപ്പോഴും ഒരു കോളനി ആയിട്ടാണ് താമസിക്കുക. അത് എപ്പോഴും ഇങ്ങനെ ഒരു ബോൾ പോലെയാണ് കിടക്കുക. ഫീഡ് എടുക്കുമ്പോൾ പുറത്തേക്ക് വരും, എന്നിട്ട് ഫീഡ് തിന്നും. കുറച്ച് മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അത് മണ്ണിൻ്റെ അടിയിലായിട്ടാണ് ഇപ്പോഴും നിൽക്കുക. അക്വറിയത്തിൽ ഓൾറെഡി ഉണ്ടാവും. ചിലപ്പോൾ ചില അക്വറിയങ്ങളിൽ അത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, താനെ വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അവയുടെ ഒരു ചെറിയ 2-3 എണ്ണം ജീവനോടെ ഉണ്ടെങ്കിൽ അത് എപ്പോഴും മണ്ണിൻ്റെ അടിയിലുണ്ടാവും. അത് നമുക്ക് ഉപകാരം ഉള്ള ഒരു ടൈപ്പാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആൽഗയുടെ വേഫറാണ് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും ഇവ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ മണമൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റങ്ങ് പതുക്കെ വന്ന് ആ ഫീഡ് എടുത്ത് കഴിച്ചോളും. അങ്ങനെ ഈ ടുബിഫെക്സ് വേം നിൽക്കുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ഇനി അടുത്തത് നിങ്ങളെ കാണിച്ചത് നമ്മുടെ ബ്ലഡ് വേംസ് ആണ്. ബ്ലഡ് വേംസ് ഒരു ഹുക്ക് ടൈപ്പ് വേമാണ്. അതിങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നതാണ്. പക്ഷെ നമ്മളെ ഉപദ്രവിക്കാത്ത ടൈപ്പ് വേമാണ്. അപ്പോൾ ഇതും നോർമൽ ചെളിയൊക്കെ ഉള്ള ഒരു വെള്ളത്തിലാണെങ്കിലും അക്വറിയത്തിലാണെങ്കിലും കിടക്കുന്ന ഒരു ഫിഷ് ലൈവ് ഫീഡായിട്ടുള്ള ഒരു ഉപകാരപ്പെടുന്ന സാധനമാണ്. നമ്മുടെ പഴയ ഒരു വീഡിയോയിൽ നമ്മളിതിനെ ഓടിൻ്റെ അടിയിൽ നിന്നൊക്കെ കിട്ടുന്നത് നമുക്ക് കണ്ടിട്ടുണ്ട്. അക്വറിയത്തിൻ്റെ അടിയിൽ വെച്ചേക്കുന്ന ഓടിലും ചെളിയിലൊക്കെ ഇതുണ്ടാകും. ഇനി ഇതിനെ നമ്മൾ ടാങ്കിലിട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിൻ്റെ പ്രോഗ്രസ് എന്തായി എന്നുള്ളതും അതുപോലെ ഇതെങ്ങനെ കൾച്ചർ ചെയ്യാൻ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡും ഞാൻ നിങ്ങളെ കണ്ടുപിടിച്ചിട്ട് വേഗം ഇതിൻ്റെ പിന്നാലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.